അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങളിലാണ്. റമളാനു ശരീഫ് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ഏതാണെന്ന് തങ്ങളോടൊരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വിശുദ്ധ മുഹറം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊക്കെ മുഹറമിനെ ഒരു പ്രത്യേക ആദരവോടുകൂടിയായിരുന്നു കണ്ടിരുന്നത്. നമുക്കറിയാം, മുഹറം എന്നത് ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോ ഒന്നും ഈ കലണ്ടർ ഉണ്ടായിരുന്നില്ല. പിന്നീട് രാജ്യങ്ങളുടെ അതിർത്തികൾ നീണ്ടുപോവുകയും നിരവധി നടപടിക്രമങ്ങളും അതുപോലെ തന്നെ പദ്ധതികളുമൊക്കെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത സമയങ്ങളിൽ നടപ്പിലാക്കേണ്ടിയൊക്കെ വന്നപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു കലണ്ടറിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അന്ന് ജീവിച്ചിരിപ്പുള്ള സ്വഹാബത്തും താബീങ്ങളും അടക്കം മുശാവറ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാഇൻ്റെ അടിസ്ഥാനത്തിൽ രൂപം വന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിക കലണ്ടർ എന്നത്. ആ കലണ്ടറിൽ ആദ്യത്തെ മാസം തന്നെ വരുന്നത് മുഹറമാണ്. മുഹറമിൻ്റെ പവിത്രത പറയുന്ന നിരവധി ഹദീസുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാനു യുഅല്ലിമൂന സലാസ അശറാത്ത്, സ്വഹാബത്ത് 3 പത്തുകളെ പ്രത്യേകമായി ആദരിച്ചിരുന്നു എന്ന് കാണാം. വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ആദരിച്ചിരുന്നു. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആദരിച്ചിരുന്നു. അതുപോലെ മുഹറമിൻ്റെ ആദ്യത്തെ 10 സ്വഹാബത്ത് ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു പ്രത്യേക ശ്രേഷ്ഠത പറഞ്ഞ എല്ലാത്തിനെയും ആദരിക്കുന്നവരാണ്. അതേസമയം ഇതൊന്ന് എടുത്തു പറയാനുള്ള കാരണം അത്യധികം ആദരവ് അവർ നൽകിയിരുന്ന 10 ദിവസങ്ങളായിരുന്നു വിശുദ്ധമായ മുഹറമിൻ്റെ 10 ദിനങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആശൂറയുടെ നോമ്പ് നോൽക്കാൻ അവിടുന്ന് പറഞ്ഞപ്പം പറഞ്ഞത് യുകഫിറുസ്സനത്തൽ മാളിയ, അത് ഒരു കൊല്ലത്തെ ദോഷം നിങ്ങളത് പൊറുപ്പിച്ചു കളയും. ഒരു കൊല്ലത്തെ ദോഷങ്ങൾ ഒന്നാകെ ഒറ്റടിക്ക് ഒരു നോമ്പ് കൊണ്ട് പുറത്തു പോകുന്നുവെങ്കിൽ അത് എത്രമാത്രം വലിയ മഹത്വമാണ്. മുഹറം 10 ഒരു നോമ്പിൻ്റെ പ്രത്യേകതയാണ്. മുഹറം 9 നോമ്പ് സുന്നത്താണ്. അതിന് തങ്ങൾ പറഞ്ഞത് ലൈം ബഖീതു ഇലൽ ഖാബിലി ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ മുഹറം 9 നോമ്പും ഞാൻ പിടിക്കും. കാരണം അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരും മുഹറം 10 നോമ്പ് അവരും അനുഷ്ഠിച്ചിരുന്നു. അതിന് അവർ കാരണം പറഞ്ഞത്, അവർ വിശ്വസിക്കുന്ന മൂസാ നബിയെ പിന്നെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളാണ് അവരെക്കാൾ ഔലാ വ അഹഖു, മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ പിടിക്കുന്നത് പോലെയല്ല നമ്മൾ, അതുകൊണ്ട് നമ്മൾ മുഹറം 9 നോമ്പ് പിടിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിലും അടുത്ത റബീഉൽ അവ്വൽ വന്നപ്പോഴേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞതാണ് തെളിവ്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോമ്പ് നോൽക്കും.
തങ്ങളുടെ ഫിഅല്, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ദീനിൽ തെളിവായതുപോലെ തന്നെ തങ്ങളുടെ ഖൗലും നമുക്ക് തെളിവ് തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ മുഹറം 9 ഫിഖഹിന്റെ കിതാബുകളിൽ ശക്തമായ സുന്നത്ത് എന്ന് പറഞ്ഞ നോമ്പുകളിൽ പെട്ടതാണ് മുഹറം 9-ൻ്റെയും മുഹറം 10-ൻ്റെയും നോമ്പ്. ഇനി മുഹറം 9 ഒരാൾ നോൽക്കുന്നില്ലെങ്കിൽ അയാൾ 11 നോമ്പ് നോൽക്കലും സുന്നത്താണ്. ഇനി 9 നോറ്റ ആൾക്കും 11 നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ചകൾ വന്നിട്ടുണ്ട്. മുഹറം 9-നും 10-നും എന്തായാലും എല്ലാവരും നോമ്പ് പിടിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മറ്റു അമ്പിയാക്കളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആയുസ് കാലം വളരെ കുറഞ്ഞ സമുദായമാണ്. 1000-ഉം 900-ഉം 800-ഉമൊക്കെ വർഷം ജീവിച്ചിരുന്ന ആളുകൾ. അവരുടെ കൂടെ തന്നെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മളും. പക്ഷെ നമ്മുടെ ആയുസ് അവർക്ക് നൽകപ്പെട്ടതിൻ്റെ 10-ലൊന്നും 20-ലൊന്നുമൊക്കെ സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അവരോട് തുല്യമാകാൻ നമുക്ക് അല്ലാഹു തആല ആയുസ്സിനേക്കാൾ നൽകിയത് ചില സമയത്തിൻ്റെ പ്രാധാന്യങ്ങളാണ്. ചെറിയ സമയം കൊണ്ട് കൂടുതൽ അമല് ചെയ്ത കൂലി ഉണ്ടാക്കാനുള്ള സമയങ്ങൾ അല്ലാഹു തആല ഈ ഉമ്മത്തിന് പ്രത്യേകമായി തന്നു. ആ അടിസ്ഥാനത്തിൽ മുഹറം 9, 10 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശറഫുള്ള സമയമാണ്. അതുമാത്രമല്ല, മുഹറം എന്നത് ഒരു വർഷത്തിൻ്റെ തുടക്കം കൂടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നാവാൻ അവനിക്കൊരു ടേണിംഗ് പോയിൻ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് മുഹറം. അപ്പോൾ ആ നിലക്ക് നോമ്പ് നോറ്റി എൻ്റെ ജീവിതം നന്നാവണം, എൻ്റെ ഇനിയുള്ള ജീവിതകാലം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സന്തോഷത്തോടെ കഴിയണം, അങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ഒരു മനുഷ്യന് 40 വയസ്സായി എന്നിട്ടും അവൻ്റെ നന്മകൾ തിന്മകളെക്കാൾ കൂടുതൽ വരുന്നില്ല എങ്കിൽ അയാളുടെ പോക്ക് ശരിയല്ല, അയാൾ നരകത്തിലേക്ക് തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഭാഗങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണായക പൊസിഷനാക്കി ഈ സമയത്ത് നമ്മൾ മാറ്റുകയും ഈ മുഹറമിനെ നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ ഈ മുഹറം വരുമ്പോൾ നമ്മൾ ഹിജറയെക്കുറിച്ച് പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ കലണ്ടർ എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഹിജറ മുതൽ ഈ കലണ്ടറിൻ്റെ തുടക്കമായതുകൊണ്ടാണ്. എന്തേ അവർ ഹിജറയെ തിരഞ്ഞെടുക്കാൻ കാരണം? ഹിജറയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പറഞ്ഞെടുത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലിഅന്നഹു ഫാരിഖും ബൈനൽ ഹഖി വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിയുന്ന ഒരു യാത്രയായിരുന്നു ഹിജറ. അങ്ങനെയായിരുന്നു. ഒരു നാട്ടിൽ ജീവിക്കുന്നവരെ മുഴുവനും ആട്ടിയോടിച്ച് കയ്യിൽ ഒന്നും എടുക്കാൻ അനുവദിക്കാതെ വെറും കയ്യോടെ മദീനയിലേക്ക് പോകേണ്ടി വന്ന ആ വലിയ യാത്ര, അത് വലിയൊരു യാത്രയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിച്ചു സത്യം മാത്രം കൈമുതലാക്കി സഞ്ചരിച്ചവർ, ഒരു വസ്ത്രം പോലും ഉടുത്തു പോവാൻ അനുവദിക്കാത്ത സ്വഹാബികൾ ഹിജറ പോയ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട്. ഒരു ചാക്ക് ചുറ്റി വന്ന മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. കാരണം മക്കയിൽ അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ഓരോ ദിവസവും വസ്ത്രം മാറി ഉടുക്കുന്ന ഒരേ ഒരാൾ മുസ്അബ് ഇബ്നു ഉമൈർ ആയിരുന്നു. ആ സ്വഹാബി മദീനയിലേക്ക് വരുന്നത് ഒരു ചാക്ക് ചുറ്റിയിട്ടായിരുന്നു. ആ രൂപം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി എന്നാണ്. എല്ലാം അദ്ദേഹം ഒഴിവാക്കി, സൗകര്യമുള്ള വീടുകൾ ഒഴിവാക്കി, നല്ല കുടുംബങ്ങളെ ഒഴിവാക്കി, അതുപോലെ ദിവസവും ആസ്വദിക്കാനുള്ള കോടിക്കണക്കിന് വരുന്ന ആസ്തികൾ ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കിയത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. നമ്മുടെ മുമ്പിലുള്ള ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ ലോകത്തെ ജീവിതം നശ്വരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ആളുകളാണ് ഇപ്പോൾ പെട്ടെന്ന് മരണത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. ഓരോ ആഴ്ചയിലും നമ്മളോട് ദുആ കൊണ്ട് പറയുന്ന ആളുകൾ, മുമ്പൊക്കെ ജലദോഷവും പനിയും കൊണ്ടായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ
ഇന്ന് നമ്മളോട് ദ്വാരക്കാൻ പ്രത്യേകമായി പറയുന്നത് സ്ട്രോക്കുകൾ വരുന്നതും ബ്ലോക്കുകൾ വരുന്നതും അറ്റാക്കുകൾ വരുന്നതും കിഡ്നി രോഗവും ക്യാൻസർ രോഗവും അടക്കം അങ്ങനെ മാരകമായ വിപത്തുകൾ വന്നിട്ട് അതിനെക്കുറിച്ചാണ് സാധാരണ പനിയെക്കുറിച്ച് ദ്വാരക്കാൻ പറയുന്നത് പോലെ നിത്യേന ദുആകൾക്ക് അപേക്ഷകൾ വരുന്നത്. ഞാൻ പറയുന്നത് ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം പോലെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത് ജീവിതം നന്നാക്കി മരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക എന്നതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതങ്ങളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. കുടുംബത്തിനെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും നമ്മളോട് സഹകാരികളായി നിൽക്കുന്ന എല്ലാവരെയും അല്ലാഹു ഖൈറിൻ്റെയും സ്വലാഹിൻ്റെയും അഹ്ലുകാരിൽ പെടുത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.